ദക്ഷിണേന്ത്യയിൽ ബി.ജെ.പിക്ക് ഒരു ശക്തമായ വേരോട്ടം നടത്താൻ കഴിഞ്ഞു. സീറ്റൊന്നും നേടിയില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലെ 12 ലോക്സഭാ മണ്ഡലത്തിൽ എൻ.ഡി.എക്ക് രണ്ടാമതെത്താൻ കഴിഞ്ഞു. അവരുടെ വോട്ട് ഷെയർ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ കൂടുതൽ ശക്തമാക്കാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്നത്. കാരണം ദക്ഷിണേന്ത്യ എന്നാൽ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ RSS ശാഖകളുള്ള ഒരു സംസ്ഥാനം കേരളമാണ്. കേരളമടക്കമുള്ള ഇടങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത്, RSS തുടങ്ങിയ പരിവാർ പ്രസ്ഥാനങ്ങളെ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി മുൻപോട്ട് കൊണ്ടുപോകാൻ ആ പരിവാറുകൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനും ഉള്ള ഒരു തീരുമാനത്തിലേക്ക് നീങ്ങി തുടങ്ങുന്നു. ഏതായാലും അതിൻ്റെ ഒരു രൂപരേഖകളൊക്കെ നേരത്തെ തന്നെ സംഘപരിവാർ അല്ലെങ്കിൽ RSS കേന്ദ്രങ്ങൾ തയ്യാറാക്കിയതായിട്ടാണ് പുതിയതായിട്ട് വരുന്ന വിവരം. ഒപ്പം തന്നെ ഇപ്പോൾ 2ാം സ്ഥാനത്ത് എത്തിയതും അതുപോലെ തന്നെ ഉയർന്ന വോട്ട് വാങ്ങിയതുമായിട്ടുള്ള എല്ലാ സ്ഥാനാർത്ഥികളോടും, അത് കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ എല്ലാ സ്ഥാനാർത്ഥികളും അവിടെ തന്നെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊള്ളാനും ഒപ്പം തന്നെ അടുത്ത 5 വർഷത്തേക്ക് വേണ്ടി അവിടെ നിന്ന് തന്നെ പ്രവർത്തിക്കാനുമുള്ള ഒരു അനൗദ്യോഗിക നിർദ്ദേശവും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. കാരണം ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് അവർ കൂടുതൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് തെളിയിച്ചിരിക്കുന്നു. ഉത്തരേന്ത്യയെ സംബന്ധിച്ച് അവർക്ക് ചെറിയ ചെറിയ കുറവുകളുള്ളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ എളുപ്പമാണ്. കാരണം ഓൾറെഡി അവർക്ക് ബേസ് ഉത്തരേന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിലൊക്കെ ഉണ്ടാകും. അവർക്ക് ചെറിയ തിരിച്ചടികൾ നേരിട്ടെങ്കിലും അത് വളരെ എളുപ്പം അവർക്ക് മേക്കപ്പ് ചെയ്യാൻ കഴിയും. പക്ഷേ ദക്ഷിണേന്ത്യയിൽ അവർക്ക് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഏതായാലും ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും അവരുടെ സാന്നിധ്യം അറിയിച്ച സ്ഥിതിക്ക് കൂടുതൽ ശക്തിപ്പെടുത്തുവാനുള്ള പ്രവർത്തനങ്ങൾ മുൻപോട്ട് വരും ദിവസങ്ങളുണ്ടാകും. കാരണം ഇനി അധികം സമയം കളയാനില്ല. കാരണം ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തൊട്ടു പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അങ്ങനെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു പെരുമഴ കാലമാണ് കുറഞ്ഞത് ഈ വരാൻ പോകുന്ന 2 വർഷത്തേക്കെങ്കിലും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.